നമസ്കാരം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിഴിഞ്ഞം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഇസാൻ ഹുസൈൻ 20 വർഷത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ഇന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും BJPയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുകയാണ്. എന്തുകൊണ്ട് BJP മാറ്റം അനിവാര്യമാണ്, മാറാത്തത് മാറും എന്നതാണ് BJPയുടെ മുദ്രാവാക്യം. അതിനോട് യോജിച്ചുകൊണ്ടാണ് BJPയിലോട്ട് കടന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. യൂത്ത് കോൺഗ്രസ് നകത്ത് തന്നെ ഓരോ പാർട്ടി തലങ്ങളിൽ ഗ്രൂപ്പിസത്തിന് അതീതമായിട്ട് നിൽക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയായിരുന്നു നമ്മൾ കുറച്ച് ഇനിയും അധികം ആൾക്കാർ, ഇപ്പം ഞാൻ മാത്രമല്ല ഇനി അധികം ആൾക്കാർ ഇങ്ങോട്ട് കടന്നു വരാനുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ വന്നേ ഉള്ളൂ. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം പ്രസ്ഥാനമല്ല വലുത്, അതിനകത്ത് വ്യക്തികളായി മാറിയിരിക്കുകയാണ്. വ്യക്തികൾ ഇതുവരെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു കാര്യം തന്നെ മനസ്സിലാക്കാം. മുൻ KPC അധ്യക്ഷനടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം ഇരിക്കുന്ന വേദികൾ അവർ തമ്മിലടിയാം മൈക്കിന് പോലും അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും ലൈവായിട്ട് അവരിത് കാണിക്കുമ്പോഴേക്കും ഉള്ളിൽ എത്രത്തോളം പ്രശ്നമുണ്ടാകും എന്നുള്ളത് ചിന്തിച്ചാൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പം സംസ്ഥാനപരമായ നിലയിൽ നമ്മൾ പ്രവർത്തിച്ച് നിൽക്കുമ്പോഴേക്കും ആത്മാർത്ഥമായിട്ട് പ്രസ്ഥാനത്തിന് തന്നെ പ്രവർത്തിച്ചത്. പക്ഷേ അവർ വ്യക്തികളിലോട്ട് മാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവർ വ്യക്തികളിലോട്ട് പോകുമ്പോൾ നമുക്ക് ജനങ്ങൾക്കിടയിലോട്ട് വരണം, നമുക്ക് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ഒരു പടയൊരുക്കം എന്നുള്ള രീതിയിൽ കേരളത്തടക്കം BJP മുന്നോട്ട് വന്നുകൊണ്ടിരിക്കാം. കേരളത്തിൽ നമ്മളെ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ജനങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുമല്ലോ 51 സീറ്റോ 50 സീറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നാളെയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് BJPയോട് ചെയ്യുന്നത്. ആ സാഹചര്യം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തെ കോൺഗ്രസ് ഇന്ന് വിൻസെൻ്റ് ആണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. M. വിൻസെൻ്റ് കോവളം MLA M. വിൻസെൻ്റ് ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായി, ഇപ്പം തുച്ഛമായ മാസങ്ങളെ ബാക്കിയുള്ളൂ, 2 ടൈംസ് അവിടുത്തെ MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വികസനത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ ഈ മരണ വീടുകളും കല്യാണോടും മാത്രമായിരുന്നു. മറ്റ് യാതൊരുവിധ ഒരു വികസനം അദ്ദേഹം നടത്തിയിട്ടില്ല. അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ നമ്മൾ പല പ്രാവശ്യം ആവശ്യങ്ങൾ ഉന്നയിച്ചു. ന്യായമായ ആവശ്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പലത് ഉന്നയിക്കുമ്പോഴേക്കും അവിടെ അദ്ദേഹത്തിന് നമ്മൾ ഡയറക്റ്റ് ശത്രുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അദ്ദേഹത്തിനെ തിരുത്തുവാൻ ശ്രമിച്ചു. ഒരിക്കലും ഞാൻ ഉറക്കം നടിക്കുന്ന ആളും ഉറക്കിൽ ഉണർത്താൻ പറ്റത്തില്ല എന്നുള്ള ഒരു ബോധ്യം വന്നപ്പോഴേക്കൊണ്ട് രാജിപോലും വെച്ചത്. അത് BJPയുടെ മാത്രം കഴിവ് തന്നെയാണ്. അത് ആ സമയത്ത് നമ്മൾ BJPയെക്കുറിച്ചോ മറ്റു പ്രസ്ഥാനങ്ങളെക്കുറിച്ചോ ചിന്തിച്ചിട്ടില്ല. ആ സമയത്ത് സ്വതന്ത്രമായിട്ട് തന്നെയാണ് മത്സരിച്ചത്. മത്സരിക്കുന്ന സമയത്ത് ബൈ ഇലക്ഷൻ കൂടി വന്നപ്പോഴേ 3 മുന്നണികളും അവിടെ ശക്തമായി മാറി. അതിൻ്റെ ഒരു 3 മുന്നണികളുടെയും സംസ്ഥാന അഖിലേന്ത്യാ ജില്ലാ നേതാക്കന്മാർ അവിടെ കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തു. ആ വർക്കിൻ്റെ ഫലമായിട്ടാണ് BJP ഇത്രയും വോട്ട് കൂടിയത്. 100% 24/7 എന്ന രീതിയിൽ തന്നെ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്തവരും ഇന്ന് നമ്മളെ കൂടെ നിന്ന് മെമ്പർഷിപ്പ് എടുത്തവരും ഇനിയും വരുന്ന നാളുകൾ വിഴിഞ്ഞത്ത് വെച്ചുള്ള വലിയൊരു പരിപാടി നമ്മൾ നടത്തുന്നുണ്ട്. അതിനകത്ത് 50ഓളം കോൺഗ്രസ് നിന്നും DFI എന്നും അല്ലെങ്കിൽ മറ്റു പാർട്ടികളെന്നും ഒരുപാട് പേര് അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്ന റിസൾട്ടിനേക്കാളും ഒരു എക്സ്ട്രാ നമ്മുടെ ഒരു പങ്കും കൂടി അതിനകത്ത് ഉണ്ടാവും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് ഒരേ ഒരു സീറ്റേ ഉള്ളൂ, കോവളം മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ ശക്തനായ ഒരു നേതാവ് തന്നെ BJPയിലോട്ട് കടന്നു വരുന്നത് BJPക്ക് കോവളം മണ്ഡലത്തിൽ വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമെന്നും